നമ്മുടെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണകളില്ലേ, വ്യാമോഹങ്ങൾ, അതിനെയൊക്കെ ഒരൊറ്റയണ്ടിക്ക് തകർക്കാൻ പറ്റുന്ന ഒരു ചുറ്റികയുണ്ടെന്ന് വിചാരിക്കുക. എങ്ങനെയുണ്ടാകും? അതുപോലൊരെണ്ണത്തിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഏകദേശം 1200 വർഷം പഴക്കമുണ്ട്. എഴുതിയത് സാക്ഷാൽ ആദിശങ്കരാചാര്യർ. പേര് ഭജഗോവിന്ദം. ഇതിന് വേറൊരു പേരുകൂടിയുണ്ട്, മോഹമുദ്ഗരം. അതിന്റെ അർത്ഥമെന്താണെന്നോ? ഈ പറഞ്ഞത് തന്നെ, വ്യാമോഹങ്ങളെ തകർക്കുന്ന ചുറ്റിക. ഇത്രയും ആഴമുള്ള ഒരു കവിതയുടെ പൊരുൾ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നതാരാണെന്നോ? ആധുനിക കാലത്തെ വേദാന്ത ആചാര്യനായ സ്വാമി ചിന്മയാനന്ദന്റെ വളരെ ശക്തമായ വ്യാഖ്യാനമാണ്. ശരി, അപ്പൊ നമുക്ക് ഈ ജ്ഞാനത്തിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. ഈ കവിത എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനു പിന്നിലെ രസകരമായ ഒരു കഥയുണ്ട്. 8ാം നൂറ്റാണ്ടിലെ വാരണാസി, അതായത് നമ്മുടെ ഇന്നത്തെ ബനാറസ്. ആ പുണ്യനഗരത്തിലെ തെരുവുകളിലൂടെ ശങ്കരാചാര്യർ തന്റെ 14 ശിഷ്യന്മാരുമായിട്ടിങ്ങനെ നടന്നു പോവായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ആ കാഴ്ച കാണുന്നത്. പ്രായം കൊണ്ട് ആകെ അവശനായ ഒരു പണ്ഡിതൻ തന്റെ അവസാന നാളുകളിൽ ജീവിതത്തിന്റെ പരമമായ സത്യം തേടാതെ സംസ്കൃത വ്യാകരണത്തിലെ എന്തൊക്കെയോ നിയമങ്ങൾ ഇങ്ങനെ ഉരുവിട്ടു പഠിക്കാൻ കഷ്ടപ്പെടുന്നു. ആത്മീയമായ ഉന്നതിക്കു വേണ്ടി ഉപയോഗിക്കേണ്ട ആ വിലപ്പെട്ട സമയം കേവലം ബുദ്ധി കൊണ്ടുള്ള അഭ്യാസങ്ങൾക്കു വേണ്ടി പാഴാക്കുന്നത് കണ്ട് ശങ്കരന്റെ മനസ്സ് അലിഞ്ഞുപോയി. ആ ഒരു നിമിഷം ആ സഹതാപത്തിൽ നിന്നും കരുണയിൽ നിന്നും ശങ്കരാചാര്യരുടെ നാവിൽ നിന്ന് അറിയാതെ ചില ശ്ലോകങ്ങൾ പുറത്തുവന്നു. അതാണ് പിന്നീട് ഭജഗോവിന്ദമായി മാറിയത്. അതിന്റെ കാതൽ ഇതായിരുന്നു: ഡുക്രിഞ്ച് കരണെ പോലുള്ള വ്യാകരണ നിയമങ്ങളൊന്നും മരണത്തിന്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. യഥാർത്ഥ ജ്ഞാനം അതല്ലല്ലോ. അപ്പോ ശങ്കരാചാര്യർ ചൂണ്ടിക്കാണിക്കുന്ന ആ അടിസ്ഥാന പ്രശ്നം ശരിക്കും എന്താണ്? നമ്മളെല്ലാവരെയും ദുഃഖത്തിന്റെയും നിരാശയുടെയും ഒരു വല്ലാത്തൊരു ചക്രത്തിൽ കുടുക്കിയിടുന്ന ആ മായികാവസ്ഥ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ പ്രശ്നത്തിന് ഒരൊറ്റ പേരുണ്ട്: മോഹം. എന്താണ് ഈ മോഹം? ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായ ഒരു അജ്ഞതയാണ്. ഈ മോഹം കാരണമാണ് നമ്മൾ പെട്ടെന്നില്ലാതാവുന്ന കാര്യങ്ങളെല്ലാം എക്കാലവും നിലനിൽക്കുമെന്ന് വിചാരിക്കുന്നത്. നമ്മളെ ദുരിതത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അതാണ് സന്തോഷത്തിലേക്കുള്ള താക്കോലെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അപ്പോ ഈ മോഹത്തെയാണ് ശങ്കരാചാര്യർ തന്റെ കവിത എന്ന ചുറ്റിക വെച്ച് അടിച്ചു തകർക്കാൻ നോക്കുന്നത്. ഈ മോഹത്തിന്റെ ഏറ്റവും വലിയൊരു രൂപമാണ് സമ്പത്തിനോടുള്ള നമ്മുടെ അടങ്ങാത്ത ആഗ്രഹം. എത്ര കിട്ടിയാലും മതിയാവില്ല, കൂടുതൽ വേണം, കൂടുതൽ പിടിച്ചു വെക്കണം എന്നുള്ള വെപ്രാളം. ഇത് നമുക്ക് സന്തോഷമല്ല, മറിച്ച് ഒരിക്കലും തീരാത്ത ഉത്കണ്ഠയാണ് തരുന്നതെന്ന് ശങ്കരാചാര്യർ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തത് ശാരീരികമായ സൗന്ദര്യത്തോടും സുഖങ്ങളോടുമുള്ള നമ്മുടെ ഒരു അഭിനിവേശമില്ലേ, അതാണ്. കവിത വളരെ ശക്തമായ ഭാഷയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. കേവലം മാംസത്തിന്റെയും കൊഴുപ്പിന്റെയും ഒരു രൂപാന്തരം മാത്രമാണ് ഈ ശരീരം. അതിൽ നമ്മൾ കാണുന്ന സൗന്ദര്യം എത്ര വലിയൊരു മിഥ്യാബോധമാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മൂന്നാമതായിട്ട്, നമ്മുടെ ബന്ധങ്ങളിലും സമൂഹത്തിലെ സ്ഥാനമാനങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു സുരക്ഷിതത്വബോധം. എന്റെ മകൻ, എന്റെ ഭാര്യ, എന്റെ പദവി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കും. പക്ഷേ ഇതൊക്കെ എത്ര പെട്ടെന്നാണ് മാറിമറിയുന്നതെന്നും സാഹചര്യങ്ങളെ എത്രമാത്രം ആശ്രയിച്ചിരിക്കുന്നുവെന്നും ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ബന്ധനങ്ങളൊക്കെ ഇത്ര വലിയൊരു കെണിയായി മാറാൻ എന്താ കാരണം? കാരണം നമ്മൾ ഈ മുറുകെ പിടിക്കുന്ന ജീവിതവും ഈ ലോകവും അത്രയേറെ അസ്ഥിരമാണ്. ഈ ആശയം നമുക്ക് മനസ്സിലാക്കി തരാൻ ശങ്കരാചാര്യർ വളരെ മനോഹരമായൊരു രൂപകം ഉപയോഗിക്കുന്നുണ്ട്. 4ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുകയാണ്, ഒരു താമരയിലയിലിങ്ങനെ വിറച്ചു നിൽക്കുന്നൊരു തുള്ളി വെള്ളം കണ്ടിട്ടില്ലേ? അതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. എപ്പോ വേണമെങ്കിലും തെന്നിമാറി ഇല്ലാതാകാം. രോഗവും ദുഃഖവും ഒക്കെയുള്ള ഈ ലോകത്ത് ജീവിതം എത്രത്തോളം ദുർബലമാണെന്ന് ഇതിലും ഭംഗിയായി എങ്ങനെയാണ് പറയുക? ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ മോഹത്തിന്റെ പിടിയിലായിരിക്കും എന്നതാണ് സത്യം. 7ാം ശ്ലോകത്തിൽ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ ഇങ്ങനെ ചുരുക്കി പറയുന്നു. ബാല്യത്തിലാണെങ്കിൽ കളികളോടാസക്തി, യൗവനത്തിലോ യുവതികളോടും മറ്റു സുഖങ്ങളോടുമുള്ള ആസക്തി, ഇനി വയസ്സാകുമ്പോഴോ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോർത്തുള്ള ഉത്കണ്ഠകൾ. ഇതിനിടയിൽ പരമമായ സത്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആർക്കാണ് സമയം? മനുഷ്യബന്ധങ്ങളിലെ കാപ്പട്യത്തെക്കുറിച്ച് പറയുമ്പോൾ കവിതയ്ക്ക് ഒരു ദയവുമില്ല. അത് തുറന്നു കാണിക്കുകയാണ്. നിങ്ങൾക്ക് പണവും ആരോഗ്യവുമുള്ളപ്പോൾ എല്ലാവരും കൂടെയുണ്ടാകും. എന്നാൽ പ്രായം ചെന്ന് ശരീരം തളർന്ന് കിടപ്പിലായാലോ സ്വന്തം വീട്ടിൽ പോലും നിങ്ങളോടൊരു വാക്കുമിണ്ടാൻ ആരുമുണ്ടാകില്ല എന്ന ആ പച്ചയ യാഥാർത്ഥ്യം ശങ്കരാചാര്യർ ഒരു മടിയും കൂടാതെ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്നു. ഇതെല്ലാം കേട്ടൊരു നിരാശ തോന്നുന്നുണ്ടോ? പക്ഷേ ശങ്കരാചാര്യർ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് നമ്മളെ പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വ്യക്തമായൊരു വഴി കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്: മോചനത്തിലേക്കുള്ളൊരു ഗോവണി.
അപ്പോൾ സ്വാഭാവികമായും മനസ്സിലൊരു ചോദ്യം വരും അല്ലേ, ഈ മോഹത്തിന്റെ കെണിയിൽ നിന്ന് പുറത്തു കിടക്കാൻ ശരിക്കും ഒരു വഴിയുണ്ടോ? തീർച്ചയായും ഉണ്ട് എന്നാണ് ശങ്കരാചാര്യരുടെ ഉത്തരം. 9ാമത്തെ ശ്ലോകത്തില് ആ ഗോവണിയിലെ ഓരോ പടിയും നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ഇത് വെറുതെ ഒരു ലിസ്റ്റല്ല കേട്ടോ. ഓരോ പടിയും അടുത്തതിലേക്ക് സ്വാഭാവികമായി നമ്മളെ കൊണ്ടുപോകും. നോക്കൂ, ആദ്യം ചെയ്യേണ്ടത് നല്ല മനുഷ്യരുടെ കൂടെ സഹവസിക്കുക, അതായത് സജ്ജനങ്ങളുമായിട്ട്. ഈ സഹവാസം എന്തുണ്ടാക്കും? പതുക്കെ പതുക്കെ ലൗകികമായ കാര്യങ്ങളോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ് കുറയും. ആ ഒരു വിരക്തി വരുമ്പോ നമ്മുടെ ഉള്ളിലെ മോഹമില്ലാതാകും. എപ്പോഴാണോ ആ മോഹം മാറുന്നത്, അപ്പോൾ മാറ്റമില്ലാത്ത ആ പരമമായ സത്യം നമുക്ക് മുന്നിൽ തെളിഞ്ഞുവരും. അതിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. ശരി, അപ്പോ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ വാക്കുകൾക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് എന്താണ് പ്രസക്തി? ഭജഗോവിന്ദത്തിന്റെ ആത്യന്തികമായ സന്ദേശമെന്തായിരിക്കും? കവിതയുടെ തലക്കെട്ടിൽ തന്നെയുണ്ട് അതിന്റെ ഉത്തരം. ഭജഗോവിന്ദം എന്നാൽ ഗോവിന്ദനെ ഭജിക്കുക. ഇവിടെ ഗോവിന്ദൻ എന്നു പറയുന്നത് ഒരു പ്രത്യേക ദൈവരൂപം മാത്രമല്ല, മറിച്ച് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് പിന്നിലെ മാറ്റമില്ലാത്ത ശാശ്വതമായ ആ സത്യമാണ്. ആ പരമമായ യാഥാർത്ഥ്യത്തെ തേടാനാണ് കവിത നമ്മളോട് പറയുന്നത്. നമ്മുടെ ശ്രദ്ധയെ പുറമേയുള്ള ഈ ക്ഷണികമായ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ഉള്ളിലുള്ള ശാശ്വതമായ ആ സത്യത്തിലേക്ക് തിരിക്കുക. അതുകൊണ്ട് ഈ ഒരു വിശകലനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഓരോ നിമിഷവും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഈ ലോകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥവും ശാശ്വതവുമായ മൂല്യം നൽകുന്ന ആ ഗോവിന്ദൻ എന്താണ്? ഒന്നാലോചിച്ചു നോക്കൂ.